400 ആടുകൾ, 20 പശുക്കൾ, 40 ഒട്ടകങ്ങൾ, പിന്നെ കുറേ വേലക്കാരും എല്ലാം കൂടി ഒരു കാഴ്ചയായിട്ട്, കൈക്കൂലിയായിട്ട്, ഒരു കോംപ്രമൈസായിട്ട് യാക്കോബ് കൊടുത്തയക്കും. അത് കണ്ട് പ്രസാദിച്ച് പഴയ വെറുപ്പും വൈരാഗ്യമൊക്കെ യേശാവിന് കുറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ സമാധാനത്തിൽ കിടന്ന് യാക്കോബ് കരയിൽ ഒറ്റക്കുറങ്ങും. ആദ്യമായിട്ട് യാക്കോബ് ഉത്കണ്ഠയില്ലാതെ ഉറങ്ങണ ഒരു ഉറക്കമാണ്. ആ സമയത്താണ് രാത്രി പിടുത്തം വീഴണത്. പിടിച്ച് വെളുപ്പാങ്കാലം വരെ പിടിച്ചിട്ട് അവസാനം എലി ഉളുക്കിയാണ് പിരിയണത്. യാക്കോബിൻ്റെ കാല് ഉളുക്കിപ്പോവും. നമ്മുടെ സ്വന്തം ബിസിനസ്സുകൾ തകരുമ്പോൾ, നമ്മൾ IELTS തോക്കുമ്പോൾ, ഈ പിടുത്തത്തിൽ എവിടെയോ നമുക്ക് ഉളുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. ആരാണോടെ നീ പിടിക്കണത്? അതുകൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ടോ? ചിലപ്പോൾ നിൻ്റെ പഠനങ്ങൾ നിന്നെ അഹങ്കാരിയാക്കും, ചിലപ്പോൾ നിൻ്റെ പാരമ്പര്യം നിന്നെ അഹങ്കാരിയാക്കും, ചിലപ്പോൾ നിൻ്റെ സെറ്റപ്പ് നിന്നെ അഹങ്കാരിയാക്കും. ഏതെങ്കിലും മാർഗത്തിലൂടെ അഹങ്കാരത്തിൻ്റെ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഉടമ്പടിയിൽ ഇത് കരുതി വെക്കണം. കാര്യം, ഉയർത്തപ്പെടാൻ ദൈവം ആഗ്രഹിച്ചാൽ നീ ദൈവം എടുത്താൽ പൊങ്ങാത്ത ചരക്കായിട്ട് മാറും. ദൈവം എടുത്താൽ പൊങ്ങാത്ത ഉരുപ്പടിയായിട്ട് നമ്മളെ മാറ്റണ ഒരു വയസ്സാണ് അഹങ്കാരം. കാര്യം എന്താണ്? വിനയാന്യതരെ ഉയർത്തിയെന്നല്ലേ അമ്മ പറഞ്ഞത്, അല്ലേ? 1:52 എന്ന് പറയുമ്പോൾ വിനയാന്യതരെ ഉയർത്തി, മറ്റവനെ ഉയർത്താൻ പറ്റത്തില്ലെന്ന്. അതെന്താണ്? ദൈവം എടുത്താൽ പൊങ്ങണില്ലെന്ന്. മാതാവേ, പണിയായിരിക്കും. ദൈവം എടുത്താൽ പൊങ്ങാത്ത ഉരുപ്പടിയായിട്ട് നിന്നെ മാറ്റുന്നത് എന്താണ്? അഹങ്കാരമാണ്. ദൈവം ഉയർത്തുന്ന ആരെയാണ്? വിനയാന്യതരെയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിനടുത്ത് ഉയർത്താൻ പറ്റാത്ത ഉരുപ്പടിയായിട്ട് എന്നെ ഉയർത്തണം. ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഓരോ ഡേറ്റുകൾ ഓർക്കുകയാണ്. ഓരോ ഡേറ്റുകൾ ഒക്ടോബർ മാസത്തിലെ അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ മാസ ഡേറ്റുകളെ ആദ്യവും ഓർക്കുക. നിനക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർത്തിട്ട് നീ മനസ്സിൽ പറയണം, ഞാൻ ഈ തീയതി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഈ സമയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കണമെന്ന് പറയണം. ചിലപ്പോൾ നിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്ഥലം അളവിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ കോടതി വിധി പറയണ ഡേറ്റ് ആകാം, ചിലപ്പോൾ ഭാഗോടമ്പടിയുടെ ഡേറ്റ് ആകാം, ചിലപ്പോൾ MO, ജഹാദ്, IELTS പോലെയുള്ള യോഗ്യത പരീക്ഷയുടെ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ PSC പോലുള്ള മത്സര പരീക്ഷയുടെ ഡേറ്റ് ആകാം. ഡേറ്റുകൾ ഓർക്കുക. ആദ്യം സെപ്റ്റംബർ, പിന്നെ ഒക്ടോബർ, പിന്നെ നവംബർ, ഡിസംബർ. ആ ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നതായിട്ട് പറയുക. ഇനി അടുത്ത കൊല്ലത്തെ ഡേറ്റ് ആണെങ്കിലും നീ ഇപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഡേറ്റുകൾ ഏൽപ്പിക്കുക. വിവാഹ ഡേറ്റുകൾ, മനസ്സമ്മത ഡേറ്റുകൾ, ചെറുക്കൻ കാണാൻ വരുന്ന ഡേറ്റുകൾ, പെണ്ണ് കാണാൻ വരുന്ന ഡേറ്റുകളൊക്കെ ഓർക്കാം. നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ, മക്കളാകാം, ജീവിത പങ്കാളികളാകാം, ആരുമാകാം.
നാട്ടിൽ നിന്ന് കയറി പോകുന്ന ഡേറ്റുകൾ ഓർക്കുക. വിസ എക്സ്പയർ ആകുന്ന ഡേറ്റുകൾ, സ്ഥലം വിൽക്കുന്ന ഡേറ്റുകൾ, വാങ്ങുന്ന ഡേറ്റുകൾ, വീട് പെരവാസ്തര ഡേറ്റുകൾ, കോർണർ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ, സ്ഥാപിക്കുന്ന അടിസ്ഥാന ശിലയുടെ സ്ഥാപന ഡേറ്റുകൾ, മരിച്ചുപോയവരുടെ മരണത്തീയതികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനെ ഓർക്കണ സമയമാണിത്. നമ്മുടെ കടമയാണ്. ഓപ്പറേഷൻ ഡേറ്റുകളുണ്ടെങ്കിൽ അങ്ങനെ, പ്രഗ്നൻ്റ് ഡേറ്റുകൾ, അല്ലെങ്കിൽ അടുത്തതായിട്ട് കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ്, ഓവുലേഷൻ ഡേറ്റുകൾ എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ സമയങ്ങളും തീയതികളും പരിശുദ്ധ അമ്മ വഴി ദിവ്യകൃപാനയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇടപെടണമേ, എന്നെ സാക്ഷിയാക്കണമേ. പല കാര്യങ്ങളും എൻ്റെ കഴിവില് നിൽക്കാത്തതിനാൽ എന്നെ ശക്തനാക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയുടെ ദൈവിക കൃപയാൽ എല്ലാത്തിലേക്കും എല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളെന്നെ ചിലരെന്നെ നോക്കി പീഡിപ്പിക്കണ പോലെ നിൽക്കണം. ഓരോ കാര്യങ്ങളും നമ്മുടെ തലേന്ന സംഭവം പോയി. ആരെ ഏൽപ്പിച്ചു നമ്മൾ? ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവയവങ്ങൾ മാത്രമാണ്, ഞാനാണ് തലയെന്ന്, അല്ലേ? അപ്പം നമ്മുടെ തലയിലേക്കാണ് നമ്മൾ വിഷയം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളെ തലയെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഉണ്ടാ? അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, മക്കൾക്ക് സമാധാനം കൊടുക്കണമേ ദൈവമേ. ഇനി ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ശരീരത്തിൽ കൈവെക്കുമ്പോൾ എപ്പോഴും ഓർത്തേക്കണം, എന്താ? നമ്മുടെ കൈയല്ലേ വെക്കണത്, ആരുടെ കയ്യിലാണ് വെക്കണത്? ഈശോയുടെ തിരുമുറിവാർന്ന കൈകളാണ് വെക്കണത്. നമ്മുടെ കൈകൾ നമ്മളതിന് വേണ്ടി ഒരു മീഡിയം ആക്കുക മാത്രമാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് അവസാനം പറയുമല്ലോ, പ്രാർത്ഥിക്കണമെന്ന് പറയും ഈശോനോട്, എൻ്റെ കൈകളല്ല നിൻ്റെ നാമത്തിലാണ് കൈകൾ. അപ്പോൾ ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കണം. സിസ്റ്റുള്ളവർ, അണ്ടാശയത്തിൽ സിസ്റ്റൊക്കെ ഉള്ളവരില്ലേ, ഗർഭാശയത്തിൽ കല്ലുള്ളവർ, ഇപ്പോൾ 14 മില്ലിയുള്ള കല്ലൊക്കെ മൊത്തത്തിലൂടെ ഉടമ്പ് ഒഴുകിപ്പോയെന്ന് ആ മോള് സാക്ഷ്യം പറഞ്ഞില്ലേ?
നട്ടെല്ലിൻ്റെ എല്ലുന്തിയ അവസ്ഥയാണ്, വേദനയ്ക്ക് കാരണം. ഇപ്പോഴെനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞില്ലേ? സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും എത്രയും വേഗം അത് സത്യമാകുമെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാകണം. ഉദരഭാഗത്തുള്ള കുടല്, പാൻക്രിയാസ്, കിഡ്നി, ഗർഭാശയം, ആമാശയം, അണ്ഡാശയം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോണത്. അപ്പോൾ അവിടെ കൈ വെക്കണം, അച്ഛൻ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. ഉദര രോഗമുള്ളവരില്ലേ, ബ്ലീഡിങ് നിൽക്കാത്തവരുണ്ട്, പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഭയങ്കരമാണ്. വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, ഫിഷർ രോഗക്കാർ, മലദ്വാരത്തിൻ്റെ പേശികൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഭയങ്കര കോൺസ്റ്റിപ്പേഷനും പേശി വളർച്ച, അത് PCOD പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പിസ്റ്റുല പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ് ഫിഷർ. അവരെല്ലാം ഒന്നുകിൽ നടുവിന് അല്ലെങ്കിൽ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. നിങ്ങൾ ഓർക്കുക, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള ഏറ്റവും ടോപ്പ് ടൈമാണിത്, അല്ലേ? നിങ്ങൾ സന്തോഷത്തോടെയും കർത്താവെ നന്ദിയോടെയും നിൽക്കണം. അച്ഛനിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അടി ഉദരത്തിലെ വിവിധങ്ങളായ രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം മാരകരോഗങ്ങളെ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ആ വ്യക്തി ആശ്വാസം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്ന് ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, മോൾക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അത് കഥയില്ല, മുടി പണി എന്താ വലിയ കാര്യമാണെന്ന്. പക്ഷേ ഭയങ്കര കാര്യമാണത്. ശരീരത്തിനുണ്ടാകുന്ന വിഷയം, എല്ലാ കാര്യവും അമ്മ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. ശിരസിൽ മുടി കൊഴിയുന്നൊരു വിശ്വാസത്തോടെ തന്നെ ഇനി അയ്യോ എൻ്റെ തലയിൽ തപ്പി നോക്കിയാൽ കോഴി കെട്ടവൻ്റെ പുഴ ഇരിക്കണ പോലെ ഞാൻ തപ്പി നോക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരമൊന്നും കാണിക്കണ്ട. മുടി കൊഴിയുന്നുണ്ടെങ്കിൽ മര്യാദക്ക് തലയിൽ കൈവെക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ മിശിഹായ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മക്കളെ സ്പർശിക്കണമേ. ഈശോ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. I command you in the name of Jesus Christ to be healed. ആരാധിക്കുമ്പോൾ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ ഇപ്പം 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ മുതുകൽ എസ് പോലെയൊക്കെ വളഞ്ഞു പോണവരുണ്ട്. ചിലപ്പോൾ ആയിരത്തിലൊന്നും ഉണ്ടാകത്തുള്ളൂ, പക്ഷെ ആരോ ഉണ്ട്. അതുകൊണ്ടാണ് ഈശോ ആ മെസ്സേജ് തരണത്. അപ്പോൾ മുതുക് സംബന്ധമായ എല്ല് വളച്ചിൽ മാത്രമല്ല, അവിടെയുള്ള മരവിപ്പ്, പിടുത്തം, അവിടെ ഈ തോളലിൻ്റെ ഡിസ്ലൊക്കേഷൻസ്, വളവ്, അസ്ഥികൾ, ഇതെല്ലാം. ഇപ്പോൾ ആ എക്സ്റേ കോപ്പി നമ്മൾ കണ്ടില്ലേ, അത് കൂടിയിരിക്കണത്, അടന്നു പോയത്. ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ വൈകല്യങ്ങളും ദൈവമഹത്വത്തിൻ്റെ കാരണമാകാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഡിസബിലിറ്റി അല്ല ഉള്ളത്, പോസിബിലിറ്റി ഫോർ ഗ്ലോറിഫിക്കേഷനാണ് ഉള്ളത്. വൈകല്യമല്ല നമുക്കുള്ളത്, ദൈവമഹത്വത്തിൻ്റെ കാരണങ്ങളാണ്. ആ ഒരു ബോധത്തിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശത്തിലും കൈവെക്കാം. ഇപ്പം സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞില്ലേ, സിസ്റ്ററിൻ്റെ കരളിൻ്റെ എൻസൈം നോർമലായെന്ന് പറഞ്ഞില്ലേ. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ അമ്മ തന്നെ അവരെ സുഖപ്പെടുത്തി. ഇതുപോലെ കുറേ സാക്ഷ്യങ്ങൾ, കരളിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്, കിഡ്നിയുടെ സാക്ഷ്യങ്ങളുണ്ട്. ഹൃദയത്തിന് അസുഖമുള്ളവരെ, കരളിന് അസുഖമുള്ളവർക്ക് നെഞ്ചും കൂട്ടിലേക്ക് കൈവെക്കുക. ബ്രസ്റ്റിന് മുഴ തടിപ്പൊക്കെ ഉള്ളവർ നെഞ്ചിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈശോയുടെ നാമത്തിൽ എൻ്റെ കൈകൾ വെച്ചത്, എന്നെ സുഖപ്പെടുത്തണമേ. നീ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഈശോ ജ്വലിച്ചെഴുന്നുള്ള നിൽക്കണ സ്വർഗീയ നിമിഷങ്ങളിൽ ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, power of the Spirit, I command you in the name of Jesus Christ, you be healed. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കൾ ഇല്ലാത്തവരെ. ഇപ്പം ഇന്നത്തെ സാക്ഷ്യം കണ്ടല്ലേ, ഇരട്ട കുഞ്ഞുങ്ങളുടെ 2 മാതാപിതാക്കന്മാർ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ ഈ മക്കളില്ലാത്തവർക്ക് വേണ്ടി സാക്ഷ്യം പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ ആളെ നോക്കണത് ആരോഗ്യം ഉണ്ടെന്നാണ് നോക്കണത്. എന്താ, ഒറ്റ പ്രസവത്തിൽ 3 പ്രസവിച്ചാൽ പിന്നെ ആ പണിക്ക് പിന്നെ പോകേണ്ടതല്ല, കജം പോയാൽ ആശുപത്രികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ, നമ്മുടെ സമയം നമ്മളൊരു ടൈം ചിലവഴിച്ചാൽ മതി. ഇനി വല്ല ജോലിക്ക് വല്ലതും പോകാം. അതുങ്ങളൊന്ന് 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് വലിയ അനുഗ്രഹമാണത്. അല്ലെങ്കിൽ ഇതിനെല്ലാം ഡബിളല്ലേ, ഡബിൾ ചാർജും ഡബിൾ ടൈമല്ലേ വരുന്നത്. ഞാൻ ചിരിക്കുന്നില്ല, സീരിയസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, വെരി സീരിയസ്. നിങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങൾ പണ്ടിനാലേ എനിക്ക് സീരിയസ് ആയിരുന്നു. ദൈവതിരുസന്നിധിയിൽ നമ്മൾ ഗൗരവത്തിൻ്റെ ഒരു നിമിഷമാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവർക്ക് എല്ലാവരും സന്തോഷമായി നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃപയാണ് നമ്മുടെ സന്തോഷം. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ അകലുകയാണ് എന്ന് വിചാരിച്ചോ, അത് താമസിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ആ പിശാചിനെ കെട്ടണേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യണം നമുക്ക് ഇപ്പം തോന്നുമായിരിക്കാം. കുഴപ്പമില്ല, നിങ്ങൾ എങ്കിലും
കർത്താവിനോടൊന്നൊരു സ്വകാര്യമായി പറയണം, കർത്താവെ ആ പിശാചിനെ വീണ്ടും വലിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി താമസിക്കുന്നതും എനിക്ക് ആത്മഹത്യ ചെയ്യണ പോലെയാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എങ്കിലും നിനക്കൊന്നും അസാധ്യമല്ലെന്ന് പറയണം. എന്താ കാര്യം എന്നറിയാവോ? ഈ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കർത്താവിനൊരു സെക്കൻഡ് മതി. ഇപ്പോഴുള്ള നിൻ്റെ മൈൻഡില്ലേ, എന്താ മൈൻഡ്? ആ പിശാചിനെ കൂടെ താമസിക്കണം എന്നല്ലാതെ ചാകണമെന്നുള്ള മൈൻഡില്ലേ? ഈ മൈൻഡ് ആ പ്രശ്നം. ഈ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കർത്താവിന് ഒരു സെക്കൻഡ് മതി. ഇപ്പോഴ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ വ്യക്തികൾ, കുറേ വിഷയങ്ങൾ, കുറേ ഓഫീസുകൾ, കുറേ ട്രാൻസ്ഫർ, കുറേ ബോസുകൾ, കുറേ മാനേജർമാർ, കുറേ മേലാളന്മാർ, ഒരു കാരണവശാലും നിനക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടാൽ നിൻ്റെ ഉള്ള സമാധാനം പോണ അവസ്ഥകൾ, വ്യക്തികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, touch the fire finger. ഇടിവ നൽകട്ടെ, ഒരു നിമിഷം കൊണ്ട് സകലത്തിന്റെ അഭിഷേകം നൽകട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ശത്രുവാണെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കട്ടെന്ന് നീ വിചാരിക്കണം. അപ്പം നീ ദൈവ പൈതലാകും. നിൻ്റെ ശത്രുവാണെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ട എന്ന് നീ മനസ്സിൽ വിചാരിക്കുമ്പോൾ നീ ദൈവ പൈതലാവും. ദൈവ പൈതനായാലുള്ള ഗുണം എന്താണെന്നറിയാവോ? അവകാശിയാകും. അവകാശി. റോമാലേഖനം എന്നാ പറയണത്? മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യമെന്താ? എങ്ങനെയെങ്കിലും ദൈവപൈതലാകാൻ നോക്കണം. അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകണമെന്നാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. ഇപ്പോഴെന്നാ പറയണത്? റോമാലേഖനം എന്നാ പറയണ 8-ാം അധ്യായത്തിൽ? മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. അപ്പോൾ നമ്മളെല്ലാ മേഖലകളിലും നമ്മുടെ ശത്രുവാണെന്നെങ്കിലും എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്നറിയാം? ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകേണ്ടതിന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതാ സംഭവം. നിൻ്റെ ശത്രുവാണെങ്കിൽ എവിടെയെങ്കിലും പച്ച പിടിച്ച് കിടക്കട്ടെ എന്ന് ധരിക്കുമ്പോൾ നീ ആരായി മാറും? ദൈവപൈതലായി മാറും. അപ്പോൾ നീ ആരായി മാറും? അവകാശികളായി മാറും. എന്തിൻ്റെ അവകാശികൾ? നിന്റെ കർത്താവ് നേടിയെടുത്ത എല്ലാ കൃപയുടെ അവകാശിയായി നീ മാറും. കൈയിട്ടിച്ച് കർത്താവ് ശ്രുതിയുടെ ഹല്ലേലൂയ. സമ്പത്ത് ഇന്ന് രണ്ടുപേർ സാക്ഷ്യം പറഞ്ഞ് തകർന്ന തരിപ്പണമായി കടക്കാരായി മാറിയവർ ഉടമ്പടി ചെയ്തപ്പോൾ സാമ്പത്തികമായ കടങ്ങളെല്ലാം മാറി, അതിൻ്റെ ടെൻഷൻ മാറിയത്. ഇപ്പം നമ്മൾ രോഗം വരുന്ന പോലെ തന്നെ ഒരു സങ്കടകാര്യമാണ് ഈ സാമ്പത്തിക കടം. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്യാൻസർ രോഗിയും ഒരു സാമ്പത്തിക കടമുള്ള ആൾക്കാരും ഒരുമിച്ച് വന്ന് ഞാൻ രണ്ടിനും ഒരേ ടൈമാണ് കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കാൻ. എന്താ കാര്യം? രണ്ടും ഒരുപോലെ സീരിയസ് ആയതുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായ കടങ്ങളുടെ മേലെല്ലാം അതിന് ഒരു മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ട് നീ രക്ഷപ്പെടാനുള്ള. അമ്മ ചോദിച്ചാൽ തീർച്ചയായും ആ മാർഗം കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വരുമാന മാർഗം കുറവുള്ളവർ, ഉള്ള വരുമാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുസ്തോത്രം.
കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ, കടങ്ങളെ പരിഹരിക്കണമേ കർത്താവേ, കടങ്ങളെ പരിഹരിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സാക്ഷ്യം പറയാൻ പറഞ്ഞ് ദൈവനാ മഹത്വപ്പെടാൻ ഇടയാക്കണമേ കർത്താവേ. അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ അനുദിനത്തിൻ പരകരിയേ അടിയരുതിൻ കൃപമതിയേ അനുദിനത്തിൻ പരകരിയേ അടിയരുതിൻ കൃപമതിയേ. പഠനം നിന്ന് പോയവരെ, അതായത് കൺഫ്യൂഷനിലായിപ്പോയവർ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ഐഡിയ ഇല്ലാത്തവരെ. ചില ആൾക്കാർ പറയത്തില്ല, ഭർത്താവ് മരിച്ചു പോയപ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ലെന്ന്. അവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഭർത്താവ് ജീവിച്ചതിനേക്കാൾ വലിയ സംരക്ഷണത്തിൽ ദൈവം കൊണ്ട് എത്തിച്ച കാര്യങ്ങളാണ് അവർ പറയണത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവപൈതലേ, കുരിശിൽ അവൻ പരിഹാരം എന്നാണ് നമ്മൾ അവനെ വിളിക്കുന്നത്. പാപത്തിന് പോലും പരിഹാരം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിൻ്റെ പരിതാപാവസ്ഥയ്ക്ക് 10 വട്ടം പരിഹാരം കാണും അവൻ്റെ കയ്യിൽ. അമ്മ ചോദിച്ചാൽ തരും, പെട്ടെന്ന് തരും. നിൻ്റെ വിവാഹ താമസങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയമാണ്. നിൻ്റെ സ്ഥലം വിറ്റുമാറാത്ത അവസ്ഥ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയമാണ്. നിനക്ക് വഴിയില്ലാത്ത അവസ്ഥ, നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയിട്ടുള്ളവരുണ്ട്, തടഞ്ഞു വെച്ച് ഇരിക്കുന്നവർ, കൈമോശം വന്നവരുണ്ട്. ഇനി ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. എല്ലാത്തിനും സമാധാനമുണ്ട്. സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി. എല്ലാത്തിനും നിൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് നിനക്ക് സംഭവിച്ചതെന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞാലും നീ നിന്നെ കുറ്റപ്പെടുത്തരുത്. നിൻ്റെ ദൈവം നിന്നെ കുറ്റപ്പെടുത്താത്തോളം കാലം നിനക്ക് നിന്നെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. പറഞ്ഞ മനസ്സിലായോ? എല്ലാവരും പറയും നിൻ്റെ കുഴപ്പമാണ്, നിനക്ക് എടുപ്പാണ്, നിനക്ക് തിരക്ക് കാശിലായിട്ട് ചെയ്തതാണ്, അന്നത് ചെയ്യേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഇപ്പം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നീ മിണ്ടരുത്. കാര്യം എന്താ? നീ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. നിനക്കൊരു തീരുമാനം അമ്മ തരും എന്ന് നീ പ്രത്യാശിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിൻ്റെ ജോലി, നിൻ്റെ ഡെഡ് എൻഡ് പോലെ ഇടിച്ചു നിൽക്കുന്ന, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ചില സാഹചര്യത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നീ പരിതാപപ്പെടരുത്. അത് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചാൽ മതി. കർത്താവ് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ബലഹീനത ഉൾപ്പെടെയാണ് ഏറ്റെടുത്തത്, അല്ലേ? പാപം മാത്രമല്ലല്ലോ, നമ്മുടെ ബലഹീനത, നമ്മുടെ ഓർമ്മക്കുറവുകളും തക്ക സമയത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകളും നമ്മുടെ ബുദ്ധിമോശവും ഒക്കെ എല്ലാം കൂടി ഏറ്റെടുത്തിരിക്കുക. അവൻ നിൻ്റെ എല്ലാ വൈകല്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അവനത് ഉയർപ്പായി മാറ്റിയിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു ഉയർപ്പിച്ചവൻ നിന്നെ ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കണം. ശ്രുതികട ഹല്ലേലൂയ. യേശു കൃപയാലേ